ഹായ് ഗൈസ്, നമുക്കിന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു. പ്രതികരണമൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരിക. എനിക്ക് കുറേ ബ്രേക്കായി പോയത് ഇവിടുത്തെ ചില സംഭവങ്ങളൊക്കെ അറിയാമല്ലോ, മരണം സംബന്ധിച്ച്. അതുകൊണ്ടൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി ഒരു ഇൻ്റർവെൽ വന്നു. അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് താമസിച്ചത്. അപ്പോൾ ഇനി അത് തുടരാമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അതുകൊണ്ട് പുറത്തേക്ക് പോവാണ്. നോക്കാം, നമുക്ക് നല്ല വീഡിയോ എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, എല്ലാവരും അത് കാണണം, സപ്പോർട്ട്. ഞങ്ങളുടെ യാത്ര ഇപ്പോഴും ഉടയത്തൂരിലെ കടുകട്ട് വെച്ചിട്ട് കൂടി മലയാള സിനിമയുടെ കീബോർഡ് എന്ന ഹോട്ടലിൽ ഞങ്ങൾ പർദീസ എന്ന് വേണത്തെ ആ ഒരു ശബ്ദം വിശേഷിപ്പിക്കാം. ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് എനിക്കറിയാൻ, ക്ഷമിക്കുക. ചക്ക വേവിച്ച് കഴിച്ചു. അവിടെ ചിക്കൻ കൂടി എല്ലാം പോലെ ചക്ക കഴിച്ചു. ഇവർ രണ്ടുപേരും മോനുണ്ട്, അവരൊന്നും കഴിച്ചില്ല. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇടുക്കിയിലെന്ന ഹോട്ടലിൽ എത്തിയത്. നല്ല മനോഹരമായ ഒരു ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ 6 പോകുന്നുണ്ട്. ഒരു പുതിയ പോകുന്നുണ്ട്, തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. കുറേ വൃക്ഷങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കാട് മുകളിൽ കിടക്കുക, കാടൊക്കെ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിൽ കൊച്ചിൻ ഹനീഫ പിന്നെ ദിലീപിനെ തിരക്കി വരുന്നതും ദിലീപിനെ പെണ്ണ് കാണാൻ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരുന്നതും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂനിങ്ങനെ പൊന്തി വരുന്നത്, കുഞ്ഞിക്കൂനൻ്റെ ആ കൂനില്ലേ, അപ്പോൾ ആ ഒരു സീനൊക്കെ എടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഇൻട്രോ ഇവിടെ വെച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ സിനിമയൊക്കെ കാണുമ്പോൾ ഒന്ന് ഓർത്താൽ മതി. ഇത് ഈ മുട്ടം ഈ സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കാരണം അയ്യോ, എനിക്കിത് കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ. എന്തോ മലയാണെന്നറിയോ, മല തന്നെയല്ല, എല്ലാം പച്ചപ്പാണ്. എല്ലാം ഇവിടോട്ട് സ്വപ്നക്കൂടല്ല, മനസ്സിനക്കരെ. പിന്നെ പറഞ്ഞാൽ മനസ്സിനക്കരെ എന്ന മലയാള സിനിമയിൽ ജയറാമും ഷീലയും കൂടെ സ്കൂട്ടറെ പോകത്തില്ലേ, ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാലത്തിൽ കൂടെയാണ്. അതൊക്കെ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എല്ലാം എടുത്തേക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മനസ്സിനക്കരെ, കുഞ്ഞിക്കൂനൻ, അങ്ങനെ
ഒരുപാട് കഥ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ, അതുപോലെ തന്നെ കഥ പറയുമ്പോഴിനകത്ത് മമ്മൂട്ടി താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വലിയ ബംഗ്ലാവും ഒക്കെ ഇവിടെ തന്നെ ആണ്. ബദാങ്കായൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ചെടി, അതിൻ്റെ ആ ഒരു സസ്യം? ഇത് കണ്ടോ, ബദാമാണ് നിൽക്കുന്നത്. ബദാമിൻ്റെ കായ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്തിപ്പറ്റാനായിട്ട് പറ്റത്തില്ല. ഇതിനിടയിലെല്ലാം ബദാം അതിൻ്റെ കായ ഉണ്ട്. ഇതാ അവിടെ കായുണ്ട്. ഇതാ, പക്ഷെ ഇത് പറിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല, കൈ എത്തത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കയ്യെത്തി ആരെങ്കിലും പറിച്ചാൽ അങ്ങോട്ട് വീണ് പോകും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഭാഗത്തെ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുക. ഓ, അടുത്ത ഗൈസ്, നമ്മളിപ്പോൾ തൊടുപുഴ ന്യൂ ഇടുക്കി ഗോൾഡ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതിപ്പോൾ മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്ന് പറയുന്ന തൊടുപുഴയിലെ സ്ഥലമാണ്. ഇവിടെ ഒരു ഹില്ലി ഏരിയ ആണ്. ഇവിടെ കുഞ്ഞിക്കൂനൻ തുടങ്ങിയ ഒട്ടേറെ മലയാള ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ എന്തൊരു നല്ല ഒരു ശാന്തസുന്ദരമായ പ്രദേശം, ഒരു സൈലൻ്റായിട്ടുള്ള ഒരു പ്രദേശമാണിവിടെ. ഇത് കണ്ടില്ലേ, ഇവിടെ ചെറിയ ഒരു പാലമുണ്ട് കേട്ടോ. ഈ പാലം കണ്ടില്ലേ, ഒരു ചെറിയ പാലമാണ്. ഇതിൽ ചെറിയ വാഹനങ്ങൾ, അതുപോലെ തന്നെ അവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. ഈ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോയതിന് ശേഷം മാത്രമേ അടുത്ത വാഹനത്തിന് ഈ പാലത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്നതും ശിക്ഷാർഹമാണെന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഗോൾഡൻ സെക്യൂരിറ്റി ഫോഴ്സ് GSF ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. SHO പോലീസ് സ്റ്റേഷൻ മുട്ടം. ഇത് മുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്, തൊടുപുഴയ്ക്കടുത്ത പ്രദേശമാണ്. അവിടെ ബോർഡ് തന്നെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, പാലത്തിൽ വിശ്രമിക്കുന്നതും വാഹനങ്ങൾ നിർത്തിയിടുന്നതും ശിക്ഷാർഹമാണ്. വലിയ വാഹനങ്ങളൊന്നും ഈ ചെറിയ പാലത്തിൽ കൂടി കടന്നു പോകാൻ അനുവാദമില്ല. ഇത് കണ്ടില്ലേ, വലിയ വീതിയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് വലിയ പാലമുണ്ട്, വലിയ വാഹനങ്ങൾ പോകാനായിട്ട് ഇതിനപ്പുറത്ത് വലിയ പാലമുണ്ട്. ഇത് മുട്ടത്തേക്ക് ചെറിയ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു പാലമാണ്. ഇതൊക്കെ എന്ത് രസമാണെന്ന് തോന്നുന്നു. ഇത് ഡാമിൻ്റെ ഒരു റിസർവോയർ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വെള്ളമൊന്നും കാണൂല്ലല്ലോ. ഇത് കണ്ടില്ലേ, എന്തായാലും നല്ല ഒരു ലൊക്കേഷനാണ്. നല്ലൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മിക്ക സിനിമകളിലും നമുക്ക് കാണാം. ഈ പ്രദേശമൊക്കെ നമുക്ക് മിക്ക സിനിമകളിലും കാണാനായിട്ട് പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഈ മുട്ടമെന്ന് പറയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ കുടയത്തൂരെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ നോക്കി എത്ര ഭയങ്കര ഡെപ്താണ് ഇവിടെ. നോക്കിയേ, അവിടെ കാണുന്നത് പമ്പ് ഹൗസാണ്. വെള്ളം പമ്പ് ചെയ്ത് ഇത് ഈ പ്രദേശം എല്ലാവരും ഒന്നും കണ്ടു കാണില്ല. ഇതെന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സ്ഥലം. ഇവിടെയൊക്കെ ഈയിടെയെല്ലാം നല്ല മഴയല്ലായിരുന്നോ, അപ്പോൾ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ഒന്നും കടത്തിവിടുന്നില്ലായിരുന്നു. സൂര്യരശ്മി ഇങ്ങനെ വെള്ളത്തിൽ പതിക്കുമ്പോഴുള്ള ആ ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഓളം ഇങ്ങനെ അടിച്ച് വെള്ളം ഇങ്ങനെ ആ ഒരു ഓളം കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് ഒരുപാട്
ആഴമുണ്ട് താഴേക്ക്. ഗീത കണ്ടോടി, കുറെ നേരമായിട്ട് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു ആ കാണുന്നില്ല, എന്തോ ഒരു എവിടെ സൂര്യപ്രകാശം കൊണ്ട് കാണുന്നില്ല. എവിടെ? അത് ആറ്റിലായിരുന്നു, അത് ഇപ്പൊ കാണുന്നില്ല. എന്തുവാന്നുള്ളത് ഞാൻ വിചാരിച്ച ആമയാണോ. അതാണോ? ആ എവിടെ കണ്ടേ? ആറ്റിലേ ആമയാണെന്ന് തോന്നുന്നു. ആമയുടെ കൂട്ടം എന്തോ ഒരു തല പൊക്കി ഒരെണ്ണം ഇങ്ങനെ. എവിടെ കണ്ടത്? ആ ഭാഗത്ത് ഇങ്ങനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നത്. അത് കണ്ടോണ്ട് ഞാൻ നിൽക്കുമായിരുന്നു. ആമ്പല് ഉണ്ട് ആറ്റിലിങ്ങനെ, ആമ്പല് ഒട്ടുമായിട്ട്. ആ ശരിയാ ശരിയാ. വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആടി ആടി ഒലഞ്ഞ് അത് നോക്കിയാൽ നിന്നതാ. ഉണ്ടോ അത് വെള്ളത്തിന്റെ പരപ്പിന്റെ അങ്ങനെ അങ്ങോട്ടേ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ നല്ല പൂക്കളൊക്കെ നിൽക്കുന്നൊക്കെ വീട്ടിലൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയാ. അങ്ങ് അവിടെ അമ്പലമുണ്ട്. എന്ത് അമ്പലമാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പം കണ്ടില്ലേ പരദേവതാ ക്ഷേത്രം എന്ന് കണ്ടില്ലേ? കളരി പരദേവതാ ക്ഷേത്രം നമ്മളിങ്ങോട്ട് ഈ പാലത്തിന് മുമ്പായിട്ട് നമ്മൾ കണ്ടായിരുന്നു. തൂണുകൾ 3 1 2 3 4 ഉണ്ട്. ആ വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ആ പാറയിടുക്കി കൂടെ വെള്ളം അത് കണ്ടോ? ആ പാറയിടുക്കി കൂടെ വെള്ളം ഒഴുകി വരുന്നു. മാറി നിൽക്ക. ഇതിലേ അതോ അല്ല, അങ്ങോട്ട് പോകുമ്പോഴേ മെയിൻ പാലം ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ പോകാനുള്ള മെയിൻ പാലം അപ്പുറത്തൂടെ ഉണ്ട്. എന്തായാലും ഭംഗിയുള്ള ഒരു ഭൂപ്രദേശമാണിവിടെ. വെറുതെ അല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. കഥ പറയുമ്പോഴൊക്കെ മുട്ടത്ത് വെച്ചൊക്കെയാ എടുത്തേക്കുന്നേ അല്ലേ? അങ്ങനെ നമ്മൾ കുടയത്തൂര് എന്ന് പറയുന്ന ഫിലിം പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ലൊക്കേഷനായ കുടയത്തൂരാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ഒരു പശു നിൽക്കുന്നുണ്ട് കേട്ടോ. വേണ്ട കാണിച്ച് ഇതിനെ തീറ്റ തിന്നാനായിട്ട് കൊണ്ട് നിർത്തിയേക്കാം. അപ്പുറത്തൊരു പട്ടിക്കുഞ്ഞുണ്ട്. അത് എന്നിട്ട് ഈ പശുവിൻ്റെ ചുറ്റിനും നിന്ന് കറങ്ങുക. ഞങ്ങളെ കണ്ടു. ഞങ്ങളുടെ അടുത്തോട്ടിരി ഓടി വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ ദിവസവും പത്രത്തിൽ കാണാം പേപ്പട്ടി കടിച്ചു എന്നൊക്കെ. അത് ഇങ്ങനെ ചെറിയൊരു പട്ടിയാണ്. പക്ഷേ അത് ഉപദ്രവിക്കുമെന്ന് അറിയത്തില്ല. ഉപദ്രവിക്കാൻ വന്നാൽ ആ കാറേ കയറും ഞങ്ങൾ. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പശുവുണ്ട് കേട്ടോ. ഓരോരുത്തരെല്ലാം ഇവിടെ കുളിക്കാനൊക്കെ വരുന്നൊക്കെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മൾ ആ പാലത്തെ കൂടെ വന്നേ, ആ ചെറിയ പാലത്തെ കൂടെ നമ്മൾ വന്നേ. വലിയ വണ്ടിയൊക്കെ ഇവിടെ. പിന്നെ ഈ റോഡിൽ 2 വണ്ടിക്ക് പോകാനുള്ള സൈഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് ഇവിടേക്ക് ഇറക്കിയിട്ടു. പക്ഷെ അതിലൂടെ ഒരു ചെറിയ റോഡാണ് ഉള്ളത്. അപ്പോൾ സൈഡ് കൊടുക്കാനുള്ള ഇടമില്ലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ടതാണ്. എന്താ പറയാൻ, കരുതാ വലിയ ഒരു ബംഗ്ലാവ് പോലൊരു കെട്ടിടം കാണുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വന്നേണ്ടോ? എവിടെ? ഇവിടെ നമുക്ക് നോക്കാം. ടീച്ചർ അത് കിട്ടിയില്ല. ഒന്നുകൂടെ കിട്ടിയില്ല. അത് ഒന്നുകൂടെ ചോദിച്ചു.
ഇതെന്താണെന്നുള്ളത് ഒന്നുകൂടെ ചോദിച്ചേക്ക് കിട്ടിയില്ലത്. ഇതെന്താ ഇത്? വഞ്ചി എന്നാണോ പേര്? അതുകൊണ്ട് അവിടെ ഒരു ചേട്ടനാണെങ്കിൽ അത് പശുവിന് കൊടുക്കാനായിട്ട് അത് അറക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചു. പശുവിന് കൊടുക്കാനായിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നു. കപ്പ ഇട്ടിട്ടുണ്ടെങ്കിൽ മണ്ണ് പൂവിനെ ആക്കിയിട്ട് കപ്പ ഇട്ട് കപ്പയാണോടാ? പിന്നല്ലോ കപ്പയല്ല മരച്ചീനി. ആ മരച്ചീനി, കപ്പ, ചീനി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആൾക്കാർ തുണി നനയ്ക്കാനും കുളിക്കാനും ഒക്കെയായിട്ട് നല്ല ഒരു പ്രദേശമാണ്. തുണിയെല്ലാം അലക്കി വിരിക്കാനായിട്ട് ഇഷ്ടം പോലെ പാറയുണ്ട്. ഇതുണ്ടോ? ഇത് കൊത്തിയെടുത്തേക്കുന്ന പോലെ ഈ പാറയിൽ വർഷങ്ങളായിട്ട് മറ്റേ വെള്ളത്തിന്റെ ഓളം അടിച്ച് വെള്ളത്തിന്റെ ഒഴുക്കോ അല്ലെ അവിടുന്ന് മണ്ണ് വല്ലതൊക്കെ ഒലിച്ചതോ അങ്ങനെ തേഞ്ഞ് ഇത് കണ്ടോ. നമ്മൾ ഈ സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഫ്ലോറൊക്കെ ഇങ്ങനെ കരണ്ടി കൊണ്ട് തേക്കുന്ന അതുപോലുള്ള ആ ഒരു രൂപത്തിലായിരിക്കുന്ന പാറ. ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇത് കണ്ടോ? ഓരോ രൂപമാണ് ഇതെല്ലാം. ഇത് ശരിക്കും ഒന്ന് കാണേണ്ടതാണ് കേട്ടോ. നമ്മൾ കുത്തിയെടുത്താൽ പോലും ഇത്രയും മനോഹരമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോഴേ ഇച്ചിരി വെള്ളം കയ്യിലൊന്ന് എടുത്തേക്കണ്ട. ഇവിടെ ആൾക്കാർ തുണി അലക്കാനും ഒക്കെ വരും. അങ്ങോട്ട് ആഴമായിരിക്കും കേട്ടോ. ഇങ്ങോട്ടൊന്ന് കാണിച്ചു. മുങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട്. തുണിയെല്ലാം കൊണ്ടുവന്ന് അലക്കാനും ഒക്കെ തോന്നും. വാ ഇങ്ങോട്ട് വാ. എന്താ നമ്മളെ അവിടെ നിന്നപ്പോഴേ 3 പ്രാവശ്യം വിളിച്ചു വെക്കുന്നു. അതെയോ? അന്നേരം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ വേറെ ഫോണിൽ ഇനിയിപ്പോൾ അവനെ വിളിച്ചതാ. അവന് വീട്ടിലെ അവൻ വരുവാ. അന്നേരം എന്തെങ്കിലും മേടിച്ചു അമ്മ എന്നിട്ട് രാവിലെ എന്നെ പറയാഞ്ഞെന്ന്. ഓ പറഞ്ഞില്ല. പോയത് പറഞ്ഞില്ല. അത് ശരി. ഞാൻ പറഞ്ഞു നീ ഇതുപോലെ ഇരിക്കുമ്പോൾ എടുത്തോണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എന്താ പറയാനാ. ഇവിടെ കുഞ്ഞിക്കൂനല്ല എല്ലാ കുഞ്ഞുമാർക്കും മുമ്പ്. കുഞ്ഞിക്കൂനല്ല ഇവിടെ അല്ലേ? ഇവിടെ ഇവിടെ
ഭാഗമായിട്ട് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ആറാണെങ്കിൽ ഇങ്ങനല്ലല്ലോ ആറ് കഴുകി അല്ല അത് രണ്ടായിട്ടങ്ങ് തിരിയുവായില്ല തിരിഞ്ഞ് രണ്ടാവുക പിന്നെ ഇല്ല ഇത് ഒന്നായിട്ട് ഒഴുകുന്ന ഇത് വെള്ളം വരുന്ന സമയത്ത് മാത്രം ഇങ്ങോട്ട് കയറുന്ന ഇതിപ്പോ ഇനി ചിലപ്പോൾ ഇറങ്ങും. അതെ അതെ ഡാമിൽ നിന്ന് വെള്ളം തുടങ്ങി ചിലപ്പോൾ ഉണക്ക സമയത്തായിരിക്കും ഇവിടെ വെള്ളം കൂടുതൽ തുറന്നു വിടുമ്പോൾ. ഇവിടെ എല്ലാം ഷൂട്ടിംഗ് ഏരിയ. ഇവിടെ ഓരോ വീടിനും കാണും ഓരോ സിനിമയുടെയും കഥ പറയും. ഓരോ സിനിമയിലും ഇതുപോലുള്ള സ്ഥലമൊക്കെ ഓരോ വീടുകൾക്കും ഓരോ ആളുകൾക്കും ഓരോ സിനിമയുടെ കഥ പറയാൻ കാണും. പോകുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം. സത്യം നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. മിക്കവാറും എല്ലാ സിനിമയിലും ഈ ഭാഗങ്ങളൊക്കെ കാണാറുണ്ട്. നനഞ്ഞ് കേട്ടോ അങ്ങോട്ട് ആഴമുണ്ട്. അക്കരെ കണ്ടോ വലിയൊരു ബംഗ്ലാവ് അത് കണ്ടോ സ്കൂളാണ് നമ്മളിങ്ങോട്ട് വന്നേ സ്കൂള്. പക്ഷെ അതിൻ്റെ മുകളിൽ ആ കുന്നിൻ്റെ മുകളിലെങ്ങും വീടുകളൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്ഥലമായിരിക്കും. ഇവിടെ തേക്കുണ്ട് തെങ്ങുണ്ട് താഴെ തെങ്ങും പക്ഷെ ഏറ്റവും മുകളിലൊന്നുമില്ല. ഏറ്റവും മുകളിൽ പാറയല്ലേ. അവിടെ അമ്പലം ഏതാണ്ട് ഏതോ ഒരു ഇത് കാണുന്നുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഏതെങ്കിലും ചുരം വഴിയൊക്കെ കയറി പോകാൻ പറ്റുമായിരിക്കും അല്ലേ? അങ്ങനെയാന്ന് തോന്നുന്നു. ഒരു സൈലന്റ് ഏരിയ. അതെ ഒരു വാഹനത്തിൻ്റെ ശബ്ദം അതില്ല, ഒന്നുമില്ല, പൊല്യൂഷനില്ല, വേറെ ഒരു മാലിന്യങ്ങളില്ല, ഒന്നുമില്ല. ഇല്ലാത്ത നല്ല സ്ഥലമാണ്. നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. ഇങ്ങനെ കാലൊക്കെ നനച്ചു. ഇനി ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നോക്കാം ഓരോരോ ലൊക്കേഷൻ കണ്ടുപിടിക്കണ്ടേ. ഈ പാറ കാണാൻ തന്നെ നല്ല കാഴ്ചയായിട്ടോ. സാധാരണ പാറ പോലെ അല്ല ഇത്. കണ്ടില്ല ഇങ്ങനെ കണ്ടൊലിച്ചൊലിച്ച് വന്ന ഈ പാറ ഈ രീതിയിൽ രൂപം പ്രാപിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഓരോരോ ആകൃതിയിലായിട്ട്. എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഈ പാറയുടെ മുകളിൽ മണ്ണിട്ട് കപ്പയൊക്കെ ശരിക്കും അല്ലാതെ പാറ എന്ത് മണ്ണുള്ളതാണ് അതിങ്ങനെ അല്ല മണ്ണിട്ടതായതുകൊണ്ടാണ് ഇങ്ങനെ മൂല കൂട്ടിയിട്ട്. അല്ല അത് കപ്പ നടന്ന കൂട്ടത്തെ അവർ ഇതാക്കുന്ന തടവാക്കുന്ന തടം വെട്ടിയൊക്കെ എടുക്കുക. പോയേക്കാം കട്ടയേക്കാം. മോനെ കാണുന്നില്ലല്ലോ. അവൻ ഞങ്ങളോട് കൂടെ അങ്ങോട്ട് വന്നില്ല കേട്ടോ. അവനിവിടെ നാട് നിൽക്കുന്നുണ്ട്, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക. നോക്കാം എന്തില്ല, വിളിച്ചു നോക്കണം. ഇവിടെ ഈ റോഡിൽ കയറിയാൽ പിന്നെ 2 വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള ഇടമില്ല. അതാ വലിയൊരു ബുദ്ധിമുട്ട്. വെണ്ടയുണ്ട് കേട്ടോ. വെണ്ട വിൽക്കുന്നുണ്ട്. പക്ഷെ നല്ലപോലെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. ഈ പാലം വേറെയാണ് കേട്ടോ. വേറെ ഒരു ചെറിയ പാലമാണ്. മറ്റേ പാലത്തിനേക്കാൾ ചെറിയൊരു പാലമാണ്. ഷാജിപ്പാപ്പൻ നടുവേദനയ്ക്കുള്ള മരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നേച്ച് ഇതെന്നെ നടവേ അത് നടുവിന് വെച്ച് വെൽഡ് ചെയ്യാനുള്ളതായിരിക്കും. ഷാജിപ്പാപ്പ എന്ന് പറഞ്ഞ സീനാണ് ഇവിടെ വെച്ചെടുത്തിട്ടുള്ളത്. ഇത് ആ കാണുന്നത്
ഷാജി പാപ്പൻ ആട് 2. ആ അപ്പോൾ ചെറിയ പാലമാണേലും സർവ്വ സമയവും ഈ പാലത്തെ കൂടെ വണ്ടികളാണ്. റെഡും ഗ്രീനും ലൈറ്റ് കത്തിയാൽ മാത്രമേ ഈ പാലത്തിൽ കൂടെ വണ്ടി കയറ്റാൻ പാടുള്ളൂ. അങ്ങ് ദൂരെ കണ്ടില്ലേ റെഡ് ലൈറ്റ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ചെറിയ ഒരു പാലമാണ്. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. സുബിൻ വരുന്നുണ്ട്. അവൻ ഏതാണ്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരുവാണ്. അങ്ങനെ ആടിപ്പാടിയൊക്കെ വരുന്നുണ്ട്. ദൃശ്യം ഷൂട്ട് ചെയ്തതും ഇവിടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടവും കണ്ടല്ലോ. ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടൊക്കെ നടക്കാൻ പോവാണേ. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. പള്ളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അലൗഡല്ല. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. നല്ലൊരു ലൊക്കേഷനാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ലൊക്കേഷൻ ഞാൻ കണ്ടു. പള്ളി പിന്നെ പള്ളിമേട ഒക്കെ കണ്ടു ഇവിടെ. പിന്നെ ജനങ്ങളൊന്നും കണ്ടില്ലേ? ഇവരെന്തോ പറ. എത്ര കാണിക്കാതിരുന്നാലും ആൾക്കാർ നമ്മൾ കണ്ടാലേ പടം ഹിറ്റാകത്തുള്ളൂ. എത്ര വലിയ ഒളിച്ചു വെച്ച് എന്താ കാര്യം? കഥയൊന്നും പുറത്തു പോകുന്നില്ല. അതെ പള്ളിച്ചട്ടമ്പി അജയന്റെ 2ാം മോഷണത്തിന് ശേഷം ടൊവിനോ നായകനാകുന്ന ഏറ്റവും വലിയ സിനിമ. പുള്ളി 3-4 അപ്പിയറൻസിലാണ് വരുന്നത്. ഒരു പഴയ കാലത്തെ 1930 മറ്റേ ഒരു പഴയകാല ചട്ടമ്പിയുടെ കഥയാണ്. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിലെ കുടയത്തൂർ എന്ന് പറയുന്ന സിനിമാ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ പറയുന്നു. ടാറ്റാ.